ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇത്തിരി സീരിയസ് ആണ്. നത്തിങ് ടു വേ ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റിയൽ ലൈഫിൽ ഈ ഫോൺ പൊട്ടുന്ന ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം പല പല ഇൻഫർമേഷൻ സോഴ്സസ് നിന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊക്കെ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ ഇപ്പൊ പീക്ക് സമ്മർ ആണ്. ഒരാള് അയാളെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ട് എവിടെയോ പുറത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളെ കയ്യിലുള്ളത് നത്തിങ് ടു വേ ആയിരുന്നു. അത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലായപ്പം അയാൾ പാനിക് ആയിട്ട് ഈ ഫോൺ വലിച്ചെറിഞ്ഞു. വീണ സ്ഥലത്ത് നിന്ന് അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പുകയൊക്കെ വരാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് ബ്ലാസ്റ്റ് ആയി. ഇതാണ് സംഭവിച്ചത്. ഈ ഫോൺ അണ്ടർ വാറണ്ടിയിലായതുകൊണ്ട് അയാൾ ഇത് എടുത്തിട്ട് സർവീസ് സെന്ററിൽ പോയി. അപ്പൊ സർവീസ് സെന്ററുകാർ പറഞ്ഞു ഇതിലെന്തോ ഫിസിക്കൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വാറണ്ടിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചയച്ചു. ഫോൺ ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ വരെയുള്ള കാര്യം കറക്റ്റ് ആണ്. കാരണം അയാൾ ഒരു ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നും അല്ല. അയാൾക്ക് ഫോൺ ബ്ലാസ്റ്റ് ആക്കിയിട്ട് ഇത് ഫോൺ ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടാനോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനം ആരും കത്തിച്ചോ ബ്ലാസ്റ്റ് ചെയ്തോ കാണിക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അധികം ക്ലിയർ അല്ല. കാരണം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഓരോരോ കഥ ഉണ്ടാക്കി പറയുന്നതാണോ ഒന്നൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൺഫേം ആവാത്ത കാര്യങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. ഇത്രയും ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് നമ്മുടെ ഫോണിന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ഫോണിനെ എങ്ങനെ നമുക്ക് അണ്ടർ വാറണ്ടിയിൽ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അധികം ഒന്നും പറ്റാതെ നമുക്ക് ഈ പീരീഡ്, അതായത് എത്ര വർഷം നമുക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ അത് എക്സ്പാൻഡ് ചെയ്യാം എന്ന് നമുക്ക് സംസാരിക്കാം. ഇൻ ടേംസ് ഓഫ് ബാറ്ററി, അത് ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഏത് ബ്രാൻഡ് ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു കെമിക്കലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കെമിക്കൽ ആയിടത്തോളം കാലം അതിൽ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി പ്രിവീൽ ചെയ്യുന്നുണ്ട് അതിന് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനിലോട്ടേക്ക് മാറണം എന്നുള്ളത്. ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ടേൺ ഓഫ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഡാറ്റ സംഭവത്തിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടാം, അല്ലെങ്കിൽ GPS, വൈഫൈ, ബ്ലൂടൂത്ത്, ഡാറ്റ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് ആ കവർ റിമൂവ് ചെയ്ത് വെക്കുക. പിന്നെ പ്രൊസസ്സറിനെ കൊണ്ട് ഓവർലോഡ് ചെയ്യിപ്പിക്കുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കുക. ഹീറ്റ് പോലെ തന്നെയാണ് എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറും ഇതിന് പാടില്ല. നിങ്ങൾ ഒന്നെങ്കിലും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാതിരിക്കുക. ലോങ് ടേമിൽ ഈ ഫോൺ ചൂടാവുന്നത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം, ഈ വീഡിയോ ഇത്തിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് പോയെന്ന് കണ്ടേക്ക്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.